നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കളിക്ക് മുമ്പേ പരിക്കേറ്റിരുന്നു. എന്നിട്ടും അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങണം എന്ന് നിർബന്ധം പിടിച്ചു. ഫൈനലാണ്, ടീമിനെ സഹായിക്കണം. യെസ്, കളത്തിലിറങ്ങി ഗോൾ പഠിച്ചു, ടീമിനെ സഹായിച്ചു. എന്നിട്ടാണ് പിന്നെ തുടരാൻ പറ്റില്ല എന്ന ഘട്ടം വന്നപ്പോൾ 88-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം കളിക്കളം വിട്ടു പോകുന്നത്. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ചെയ്തതല്ലേ ഹീറോയിസം. കളിക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പരിക്ക്. സ്റ്റിൽ അദ്ദേഹം കളിച്ചു, ഗോൾ അടിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളായിരുന്നു അത്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, വേദന ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഈ മത്സരം കളിക്കുന്നതിൽ നിന്ന് എന്നെ തടയാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം അത്രയധികം എനിക്ക് കളിക്കിറങ്ങണമായിരുന്നു. ശരിയാണ്, ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് ശ്രമിച്ചത്. എൻ്റെ കാലുകൾ വേദനിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഞാൻ ഗോൾ അടിച്ചു. പക്ഷേ അതൊരു ഷൂട്ടിങ്ങിൻ്റെ ഘട്ടത്തിലൊക്കെ നല്ല രൂപത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഞാൻ കളിക്കണമെന്ന് തീരുമാനിച്ചു. കളിക്കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. സന്തോഷമുണ്ട് കിരീടം ചൂടിയതിൽ. ഇനിയിപ്പോൾ വെക്കേഷന് പോകും, റെസ്റ്റ് എടുക്കും. അടുത്ത സീസൺ ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത്. CR7 ഇനി എത്ര നാൾ കളി തുടരുമെന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം ഇത് തന്നെ പറയുന്നുണ്ട്. ലോങ് ടേമിലേക്ക് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് പരിക്കുണ്ട്. അത് നല്ല വേദന സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതൊക്കെ മാറും. ഷോർട്ട് ടേം ഗോളുകൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്തായാലും വേദന അനുഭവപ്പെട്ടിട്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി. 40-കാരനാണ് ഈ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്, നോക്കണം. എന്നിട്ട് ടീമിനായിട്ട് ഇറങ്ങി. ഫൈനലിൽ അദ്ദേഹത്തിന്റെ ഗോള് പിറന്നു. ക്രിസ്ത്യാനോ ഫൈനലിൽ ദേശീയ ടീമിന് വേണ്ടി ഗോൾ അടിക്കുന്ന ആദ്യമാണ്. അങ്ങനെ ഫൈനലിൽ ഗോൾ അടിക്കുന്നു, കിരീടവും കൊണ്ടുപോകുന്നു. യെസ്, ഇതാണ് ഹീറോയിസം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.